Hi guys, it's me Suhail. Welcome to my channel MSP Creation. നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഫയൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വിൻ ചെയ്തിട്ടുള്ള കോൺടെസ്റ്റിൻ്റെ ലോഗോയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് എൻട്രിയും കാണാൻ കഴിയും. 19 ഇതിൻ്റെ എൻട്രി. അതിനുശേഷം അവർ തരുന്ന പേയ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും കാണാൻ കഴിയും. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ സൈൻ അഗ്രിമെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് അപ്ലോഡ് ഫയൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഡൗൺലോഡ് കോൺട്രാക്റ്റ്. നമ്മളും അതുപോലെ തന്നെ കോൺടെസ്റ്റൻ്റ് ഹോൾഡറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മളും അതുപോലെ തന്നെ കോൺടെസ്റ്റൻ്റ് തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് ഈ കാണുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ അപ്ലോഡ് ഫയൽ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡറിലോട്ട് പോവുക. ഇപ്പോൾ ഞാനിവിടെ വിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ ഫയൽസും ഇവിടെ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. AI ഫയൽ ഉണ്ട്, EPS ഉണ്ട്, JPG ഫയൽ ഉണ്ട്, അതുപോലെ തന്നെ PDF ഉണ്ട്, പിന്നെ ഒരു ലോഗോ മേക്കപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഞാനൊരു ഫയൽ മിസ് ചെയ്തിട്ടില്ല, PNG ഫയൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് PNG കൂടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്യുക. ജസ്റ്റ് ഈ ഇമേജ് മാത്രം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക, നമ്മുടെ ഈ ലോഗോ മാത്രം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫയലിൽ പോവുക, എക്സ്പോർട്ട് എടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് ആസ് ഇവിടെ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് PNG കാണാൻ കഴിയും. PNG സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കുക. അതിനുശേഷമുള്ള റെസൊല്യൂഷൻ നമ്മൾ 300 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ PNG ഫയൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇത് ലോഗോ മേക്കപ്പ്, അതിൻ്റെ മുകളിൽ കാണുന്നത് PNG ഫയൽ, ഇതിൻ്റെ PDF ഉണ്ട്, PNG ഉണ്ട്, EPS ഉണ്ട്, നമ്മുടെ എഡിറ്റബിൾ ഫയലായിട്ടുള്ള AI ഫയലും ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഒന്നിച്ച് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ Ctrl+A കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഫയലുകളെല്ലാം അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീലാൻസറിൽ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലോഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫയലുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഫയൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ഫയൽ കാണാൻ കഴിയും. അതിൽ നമുക്ക് വീണ്ടും ഫയൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ സബ്മിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിവിടെ ചാറ്റ് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ചാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യുക. കണ്ടസ്റ്റൻ്റ് ഹോൾഡറിന് നമ്മളിങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് അവർക്ക് അയക്കുക. അതിനുശേഷം അവരിത് റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇതിലുള്ള പേയ്മെൻറ്റ് നമുക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, ഇതിപ്പോൾ നമുക്കിവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം പെൻഡിങ് എന്നാ കാണിക്കുക. അതിന് ശേഷം ഇത് ക്യാഷ് ക്രെഡിറ്റ് ആവും.